നമുക്കിന്നൊരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കണ ഈ മസാലക്കൂട്ടുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ മസാലക്കൂട്ടൊന്നും ഇടണ്ട. നമുക്ക് ജസ്റ്റ് ബീഫ് ഉപയോഗിച്ചിട്ട് ഈ മസാല ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യണം നോക്കാം കേട്ടോ. ഇവിടെ ഞാൻ 1 സ്പൂൺ പെരിഞ്ജീരകവും 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവിടെ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫിലേക്ക് ഞാനിവിടെ 2 സ്പൂൺ മല്ലിപ്പൊടി ആണെങ്കിൽ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട. ഈ മുളക് പൊടിക്കാണെങ്കിൽ അത്യാവശ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മുളക് പൊടിക്ക് നല്ല എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം കുരുമുളക് പൊടി ഇതിലേക്ക് ഇടാനായിട്ട്. ഇനി ഇത് ചൂടായി കഴിയുമ്പോൾ ഇത് ഫൈനായിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിട്ട് കൊടുക്കുക. 1 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ വേപ്പില ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും പുതിനയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച ബീഫിനെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ബീഫിനെ മഞ്ഞൾപ്പൊടി, കുരുമുളകും ഒരല്പം ഉപ്പും ചേർത്തിട്ട് ബീഫിന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ 1/2 മണിക്കൂർ സിമ്മിൽ തീയിട്ടിട്ട് വെക്കാം. അപ്പോൾ ബീഫ് നല്ല സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റ് ആവും കേട്ടോ. നമുക്ക് ബീഫിന് ഇവിടെ മൂടി വെക്കാം. ഒരല്പം നേരം കഴിഞ്ഞിട്ട് ഞാൻ ബീഫ് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം വേപ്പിൽ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഒന്ന് റെഡിയാവണ നേരം കൊണ്ട് ഇവിടെ കപ്പ് റെഡിയാക്കി എടുക്കാം. നമുക്കിവിടെ കപ്പ് റെഡിയാക്കാം. ഇവിടെ കപ്പ ഞാനിവിടെ ഫ്രോസൺ കപ്പയാണ് മേടിച്ചിട്ടുള്ളത്, ഫ്രഷ് അല്ല. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും ചെയ്തു കേട്ടോ. ഇതിലേക്ക് ഒരല്പം ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കപ്പേനെ വേവിച്ചെടുത്തിട്ടുണ്ട്. കപ്പ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പേനെ ഒന്ന് കാച്ചെടുക്കാം. വെളുത്തുള്ളിയും സബോളയും എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടെടുക്കുക. ഒരല്പം വേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ ചുവന്ന മുളക് ഇടിച്ചെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കപ്പേനൊന്ന് തട്ടി കൊടുക്കുക. ബീഫും കപ്പയും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ബീഫാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.